കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വിൽപ്പനയ്ക്ക് വെച്ചാലോ? കാനഡയിലെ ഒരു ഫാർമേഴ്സ് മാർക്കറ്റിന്റെ വിശേഷങ്ങളുമായി ഓപ്പൺ ബുക്ക് ജേണീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സെയിൻറ്റ് ജേക്കബ്സ് ഫാർമേഴ്സ് മാർക്കറ്റിന്റെ എൻ്റയർ മാപ്പ് ഇവിടെ കാണാൻ പറ്റും. കുറേ ബിൽഡിങ്ങും ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പണ്ട് എവിടെയോ ഏതോ ഒരു ഫാമിലി യൂസ് ചെയ്തിരുന്ന ഒരു ട്രാക്ടർ അതുപോലെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഫാർമേഴ്സ് മാർക്കറ്റ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളത് തേഴ്സ്ഡേയും സാറ്റർഡേയും ആണ്. 2 ദിവസം മാത്രം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമുക്ക് കാണാൻ പറ്റും. കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പുറവും ഇപ്പുറവും നമുക്ക് പലതരം കച്ചവടങ്ങളൊക്കെ കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ചെറിയ രീതിയിലുള്ള തുണി, ഡ്രസ്സസ്, ബാഗൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ആദ്യം കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം 2 നിലയായിട്ടാണ് ഇവർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ കുറേ കച്ചവടങ്ങൾ കാണുന്നുണ്ട്. മെയിൻലി ഫ്രൂട്ട്സ് ആണ് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത്. സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, പിന്നെ നമ്മുടെ നോർമൽ ഗ്രേപ്സ് ഒക്കെ കാണാൻ പറ്റി. സോ മേളിൽ നിങ്ങൾക്ക് കാണാൻ ഒരു ബോർഡ് 4/10 എന്ന് എഴുതി വെച്ചേക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഐറ്റംസ് അല്ലെങ്കിൽ 4 ബോക്സസ് $10 കിട്ടുമെന്നുള്ളതാണ്. ഏത് വേണമെങ്കിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 4 ബോക്സ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ $10 ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് നമ്മുടെ അവിടെ കാണുന്ന പോലത്തെ നോർമൽ മാംഗോ, പിന്നെ ചെറി, ഗ്രേപ്സ് പച്ചയും ചുവപ്പും ഒക്കെ കാണാം. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസ് നമുക്ക് അകത്ത് തന്നെ അവൈലബിൾ ആണ്. അതും 4 ഐറ്റത്തിന് $10 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. ബ്രോക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, സുക്കിനി, പിന്നെ തക്കാളി, ബീൻസ്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. പിന്നെ അത് അപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഫിഷ്, മീറ്റ് ഒക്കെ ഫ്രഷ് ആയിട്ടുള്ളത് കാണാം. നല്ല വലിയ ലോബ്സ്റ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ കല്ലുമ്മക്കായാണെന്ന് തോന്നുന്നു, അതും കാണുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് ഫിഷ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. പോർക്കിൻ്റെ സോസേജും അതിൻ്റെ റിബിൻ്റെ പീസസും പിന്നെ വേറെ കുറേ പീസസൊക്കെ വെച്ചേക്കുന്നത് കാണാം. വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ, എന്നാലും എല്ലാ പോർക്കിൻ്റെ പീസസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങാൻ വേണമെങ്കിൽ. പോർക്ക് മാത്രമല്ല, വേറെ മീറ്റ്സും അവൈലബിൾ ആണ് ഇവിടെ. അതുകൂടാതെ നേരെ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു കാഴ്ചയാണ് പല ടൈപ്പുള്ള സോസസ്, പിന്നെ കെച്ചപ്പ്, ഗാർലിക് സോസ്, മയണൈസ് പോലത്തെ ഐറ്റംസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ അകത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട്. പിന്നെ ഇടയിൽ കൂടി നടക്കാൻ തന്നെ നല്ല പാടാണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അപ്പോൾ കാണാം അവിടെ ജ്യൂസസ് ഒക്കെ വിൽക്കുന്ന ചേച്ചി നമ്മളെയൊക്കെ വിളിച്ച് കയറ്റാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ കയറിയില്ല. പിന്നെ ഉള്ളിൽ നടക്കുമ്പോൾ മേളിലേക്കും നമുക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ ഞങ്ങൾ മേളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ നല്ല തിരക്കാണ് അകത്ത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ കണ്ട ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് വരും ഈ സ്ഥലം. ചുറ്റും നല്ല തിരക്കാണ്. കുറേ പേരിരുന്ന് റെസ്റ്റ് എടുക്കുന്നതും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ ഫുഡ് കോർട്ട് പോലത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. കുറേ പേരിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാം. അതുകൂടാതെ പല ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അകത്തതിനേക്കാളും കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഞങ്ങൾ കണ്ടത് പുറത്താണ്. ഇവിടെ നമുക്ക് കാണാം വാട്ടർമെലൻ റെഡും യെല്ലോ കളറും അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ. പലരും വന്ന് വാങ്ങുന്നുണ്ട്. നമുക്ക് അവർ എഴുതി വെച്ചിരിക്കുന്ന റേറ്റിന് തന്നെ വാങ്ങാം. വേണമെങ്കിൽ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം. അതും ബാർഗെയിനിങ് ഇവിടെ വർക്കാവുന്നുണ്ട്. ടൊമാറ്റോ കൊട്ടക്കണക്കിനാണ് ഇവിടെ കാണുന്നത്. ഒരു കൊട്ടയ്ക്ക് $15. $15 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 900 രൂപയൊക്കെ വരും. മുളകുകളൊക്കെ കാണാം. വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും പുറമെ ഇതുപോലത്തെ ചെറിയ ഷോപ്പ്, അതായത് ബാഗിൻ്റെ കട, പിന്നെ അവരെന്തൊക്കെയോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാഗുകളാണ്. കാണാൻ നല്ല രസമുണ്ട് കാണാൻ.
Whoa, is that cool? Okay. വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇതുപോലത്തെ ഡ്രസ്സസ്, ടോപ്പും ബോട്ടോ ഒക്കെ അവൈലബിൾ ആണ്. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് കൂടുതലും, ടോപ്പും ബോട്ടവും. അതായത് ഗേൾസിൻ്റെ ആണ് കൂടുതലും കാണുന്നത്, ബോയ്സിൻ്റെ അങ്ങനെ അവൈലബിൾ അല്ല. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് ആണ്. കളറൊക്കെ കൊള്ളാം, കളറും ഡിസൈനും നല്ല മോഡേൺ ഡിസൈനിങ് ഒക്കെയാണ്. ക്യാപ്പൊക്കെ കാണുന്നുണ്ട്, കൊള്ളാം. അപ്പുറത്ത് കണ്ട ഡ്രസ്സിന്റെ കടയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എന്തൊക്കെ കൊണ്ടാണാവോ തിരിച്ചു വരാൻ പോകുന്നത്, ദൈവത്തിനറിയാം. നോക്കാം. ഇവിടെ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പറയുന്നത് പോലെയൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത് കാണാം. വിളിച്ചു പറഞ്ഞ ആൾക്കാരെ കടയിലേക്ക് കയറ്റുന്നതും ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പുറത്ത് പല ടൈപ്പ് ഫ്രൂട്ട്സ് കണ്ടു. പീച്ചൊക്കെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ. പിന്നെ നമ്മുടെ പ്ലം ഉണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ പ്ലം അല്ല, ഇവിടെ ഇച്ചിരിയും കൂടി വലിയ പ്ലം ആണ്. അതും യെല്ലോ കളറിലും വേറൊരു കളറിലും ഒക്കെ കാണാം. റെഡ്, പല പല കളേഴ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്തിരി കൂടി വലുതാണ് നമ്മളതിനേക്കാളും, കൊള്ളാം. സമ്മറിൽ ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന മറ്റൊരു സംഭവമാണ് കോൺ. $1 ആറ് കോണൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് വളരെ ചീപ്പാണ്. സമ്മറിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ കോൺ. പാരൻസ് പർച്ചേസ് ഒക്കെ ആയിട്ട് ബിസി ആകുമ്പോൾ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഉള്ള പല പരിപാടികളും ഞങ്ങളിവിടെ കണ്ടു. അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൊള്ളാം, നല്ല മാർക്കറ്റിംഗ് തന്ത്രം. നടക്കുന്ന വഴി കണ്ടൊരു സംഭവമാണ് മേപ്പിൾ ലീഫിന്റെ സിറപ്പ്. മേപ്പിൾ ലീഫിന്റെ തന്നെ സ്ട്രക്ചറിലുള്ള ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്നു. മേപ്പിൾ ലീഫിന്റെ സിറപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. തൊട്ടപ്പുറത്ത് തന്നെ എല്ലിന്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. പട്ടിക്ക് കൊടുക്കാനായിരിക്കാം. അപ്പുറത്ത് നമുക്ക് പല മീറ്റിന്റെയും പല ടൈപ്പ് ഓഫ് സോസേജസ് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റി. അപ്പുറത്ത് ഒരു പുള്ളി എന്തോ പുഴുങ്ങുന്നത് കണ്ടിട്ട് വന്നാണ്. പോർക്കിന്റെ തൈസിന്റെ സെക്ഷനാണ്. നല്ല വൃത്തിയായിട്ട സ്മെല്ലടിക്കുന്നുണ്ട്. കുറെ പേരത് വാങ്ങാനും നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വേറൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ കണ്ടതാണ് മെഴുക് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ. മെഴുകുതിരി തന്നെയാണ്. മെഴുകുതിരി പല ഷേപ്പിലും നല്ല ഭംഗിയുള്ള അടിപൊളി ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. പിന്നെ അത് അപ്പുറത്തോട്ട് പോകുന്തോറും പുറത്ത് കണ്ട പോലത്തെ തന്നെ പല പല കടകളും പല മീറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ട വേറൊരു വെറൈറ്റി ഐറ്റമാണ്, അതായത് റം കേക്ക്. കഴിച്ച കിളി പോകുന്ന റം കേക്ക്. $5 ഇതിന്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ഒന്നാണിത്. ഈ ജിങ്കയുടെ ഒക്കെ വലിയൊരു വേർഷനാണ് ഈ കാണുന്നത്. അതുപോലെ അതല്ലാണ്ട് പല പല അതർ സംഭവങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ അതേ മിക്കു ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഒക്കെ സംഭവങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ. അത് കൂടാതെ വേറെയും ആക്ടിവിറ്റീസ് ഇവിടെ ഞങ്ങൾ കണ്ടായിരുന്നു. വേറൊരു കുട്ടി ഇവിടെ നിന്ന് കളിക്കുന്നത് കാണാം. ഏതോ ഒരു ചാനലിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ.
കൊള്ളാം. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ തൊട്ടടുത്ത് കണ്ടൊരു കാറാണ്. നമ്മളൊക്കെ പണ്ട് കണ്ടിരുന്ന, നമ്മുടെ അവിടെയൊക്കെ ഇപ്പോഴും വിൻറ്റേജ് കാർ എന്ന് പറഞ്ഞ് കല്യാണങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനത്തെ കാറുകളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഈ ഇതുപോലത്തെ കാറുകൾ ലോക്കൽ ഓട്ടങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ലോക്കൽ ഓട്ടങ്ങൾക്കൊക്കെ ഇതൊക്കെ പടക്കുതിരകളായിരിക്കാം. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ, ദിസ് ഇസ് മിഥുൻ സൈനിങ് ഓഫ്. ബൈ.